എന്താടാ? അല്ല മാഷേ, ഇതിപ്പോ എത്രാമത്തെ സിനിമയാ? 4 പടം ചെയ്തില്ലേ മാഷേ? എന്നിട്ട് ഈ തിരക്കിനിടെ ഇവിടെ ഇരുന്ന് കാറ്റുള്ള? അതൊക്കെ നടക്കണ്ട പോലെ നടക്കും മോനെ. ആ പ്രൊഡ്യൂസറുടെ 12ാമത്തെ കോളാ. സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കടാ. എന്തടാ നിനക്ക് പറ്റിയേ? കഴിഞ്ഞുപോയ നാളുകളിലൂടെ മനസ്സൊരു പ്രദക്ഷിണം വെച്ചതാടാ. ഇന്നെന്താ ഉദ്യോഗം? നേരത്തെ കഴിഞ്ഞോ? മനു, നീ വല്ലതും കഴിച്ചോ? ഭക്ഷണം എടുക്കട്ടേടാ? വിളമ്പി കൊടുക്കടി. മല മറിച്ചിട്ട് വന്നതല്ലേ നിന്റെ മോൻ. ഒന്നും മിണ്ടാതിരി മനുഷ്യ. ഞാൻ പറയുന്നതാണോടി കുഴപ്പം? കുടുംബത്തിനോട് ഉത്തരവാദിത്തം വേണോടി. കാത്തിരുന്നോ, വയസ്സാങ്കാലത്ത് കഥ എഴുതി പുഴുങ്ങി തരും. മുടിപ്പിക്കാനായ ഒരു ജന്മം. വ്യഥകൾക്കുമപ്പുറം പാറുമെൻ അക്ഷരങ്ങൾക്കില്ല തളർച്ചയും മരണവും. ഉയിർക്കുമതേതിരുളുന്ന വാനിലും തളരാതെ ഉതിർക്കുവാനിക്കാലവും. വിനോദേ പറ. ആണോ? എല്ലാം കഴിഞ്ഞിട്ട് വിളിക്കുന്നീ. ഓക്കെ. സുമതി, സുമതി, ദാ വരുന്നു. ഇവിടെ ഇരുന്ന ഫ്ലവർ വൈസ് എവിടെ? അത് അവന്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടി. പൊട്ടിച്ചതാവും. നശീകരണം. ഇത് എനിക്ക് തന്നെ ഉണ്ടായതാണോടി? ഉപകാരമോ ഇല്ല, ഉപദ്രവിക്കൂടി ചെയ്യരുത്. ചോര നീരാക്കിയ ഈ ഗംഗാധരൻ നായർ കാശുണ്ടാക്കുന്നത്. അതിന്റെ വില അറിയണമെങ്കിൽ വിയർപ്പൊഴുക്കി അധ്വാനിക്കണം, എന്നിട്ട് തിന്നണം. വിനോദേ എന്തായി? മനു, ആ ഡയറക്ടർക്ക് നിന്റെ കഥ ഇഷ്ടായടാ. അയ്യോ, അയാൾക്ക് നിന്നെ ഒന്ന് കാണണത്ര. ആണോ? അതേടാ, നീ റെഡിയായി നിക്ക്, ഞാൻ ഉടനെ അങ്ങോട്ട് വരാം. ഓക്കെ. അമ്മേ, അമ്മേ. മൂപ്പര് കുറച്ച് പുതിയ സംഗതികളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാനത് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക. താങ്ക് യു. ശരി എന്നാ. കിടന്ന് കാറാതടി. അവൻ അവിടെ എഴുതിക്കൊണ്ടിരിക്കാവും. അല്ല, അവനൊന്നും കഴിച്ചില്ല. അതൊക്കെ നീ അവന്റെ മുറി കൊണ്ട് വെക്കേ, അവൻ കഴിച്ചോളും. നീ അവനെ ശല്യം ചെയ്യാണ്ടിരുന്നാ മതി.
മോർണിംഗ് വിനോദ്. ഡാ മനു, അത് എന്ത് പറ്റിയടാ? ഡാ നീ വിഷമിക്കരുത് മനു. നീ കാര്യം പറ വിനോദേ. ഡാ ഡയറക്ടർ ഒരു ഫ്രോഡാ. അയാൾ നമ്മളെ ചതിച്ചടാ. നിന്റെ കഥ അയാൾ വേറെ ചെയ്യാൻ പോവാ. എന്തേ? അതേടാ മനു. മനു ഡാ മനു, നീ എന്തിനാണ് ഇത് ചെയ്തത്? ജീവിതം മടുത്തടാ. കുത്തുവാക്കുകളും പഴിവാക്കുകളും കേട്ട് ശ്വാസം മുട്ടി ജീവിച്ചിരുന്ന എനിക്ക് ആ അവസരം ഒരു പുത്തൻ ഉണർവായിരുന്നു. അതുകൂടി നഷ്ടപ്പെട്ടപ്പോൾ മതിയാക്കാമെന്ന് വെച്ചു. ഡാ മനു, എനിക്കൊരു അബദ്ധം പറ്റിയതാടാ. അബദ്ധോ? ഇന്നലെ ഏപ്രിൽ 1 ആ, അതിന് ഞാൻ നിന്നെ ഒന്ന് ഏപ്രിൽ ഫുൾ ആക്കിയതാ. അല്ലാതെ ആ ഡയറക്ടർ ചതിച്ചിട്ടൊന്നുമില്ലടാ. സുമതി, എഴുന്നേറ്റല്ലേടേ നിന്റെ മുടിയനായ പുത്രൻ. ഹലോ മനു. മനു, യാഥാർത്ഥ്യവും തമാശയും തമ്മിൽ തിരിച്ചറിയാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല ഞാനെന്ന്. ഹേ വീടടാ.